ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. RSS അഭിഭാഷകനായ ശേഖർജി തമ്പിയാണ് ഹർജി നൽകിയത്. ഷീജ ചേരുകയാണ്. ഷീജ, രാഹുലിന് വേണ്ടി RSSന്റെ അഭിഭാഷകൻ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഷമ്മി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് RSSന്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ശേഖർജി തമ്പിയാണ്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഹർജി ശേഖർജി തമ്പി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് ഇനിയിപ്പോൾ ഏത് കോടതിയായിരിക്കും പരിഗണിക്കുക, എപ്പോഴായിരിക്കും പരിഗണിക്കുക എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ അതിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ രാഹുലിന് വേണ്ടി ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയ RSS അഭിഭാഷകനാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. RSSന്റെ സജീവ പ്രവർത്തകനും അഭിഭാഷകനുമായിട്ടുള്ള ശേഖർജി തമ്പിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഷീജ, പോലീസും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസിയും ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഷീജ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ഹർജി എപ്പോഴായിരിക്കും പരിഗണിക്കുക? മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ ഹർജി എപ്പോൾ പരിഗണിക്കും എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഷമ്മി. ഏതായാലും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത്, ഫയൽ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കോടതി ഏത് കോടതിയായിരിക്കും പരിഗണിക്കുക എന്നുള്ളതും എപ്പോഴായിരിക്കും പരിഗണിക്കുക എന്നുള്ളത് സംബന്ധിച്ച് അല്പസമയത്തിനകം വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തി തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യം ലഭിക്കാത്ത തരത്തിൽ ആ രീതിയിൽ ഉള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ രീതിയിൽ ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും ഏത് കോടതിയായിരിക്കും ഇത് പരിഗണിക്കുക എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഷീജ, ഇന്നലെയൊക്കെ കൊച്ചിയിലുള്ള ഒരു അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ധരിച്ചത് ഹൈക്കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഷമ്മി, അതിൽ ഈ സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം കേസുകളിൽ അതാത് ജൂറിസ്ഡിക്ഷനിൽ ആണ് ആദ്യം അതാത് ജില്ലകളിലുള്ള കോടതിയാണ് സമീപിക്കേണ്ടത്. അതിനുശേഷം അവിടെ നിന്നും ജാമ്യം ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആദ്യം ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് രാഹുലും തീരുമാനിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു കൊച്ചിയിൽ അഭിഭാഷകൻ മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി കാണുന്ന സംഭവം അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലാ കോടതിയിൽ തന്നെ മുൻകൂർ ജാമ്യം ഫയൽ ചെയ്യേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ രാഹുലിന്റെ അഭിഭാഷകൻ ഈ ഒരു ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഷീജ, ഇന്നിപ്പോ കോടതിയുടെ പ്രവർത്തന സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ജാമ്യാപേക്ഷ അടിയന്തര സാഹചര്യം എന്തെങ്കിലും പരിഗണിച്ച് ഇന്ന് തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ടോ? അതല്ല ഇനി നാളെ കോടതി തുടങ്ങുന്ന സമയത്തേക്ക് ഇത് പരിഗണിക്കുമോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അതിലേതായാലും അല്പസമയത്തിനകം വ്യക്തത കൈവരിക്കാൻ സാധിക്കും ഷമ്മി. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് ഈ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഏത് കോടതിയാണ് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ഈ ഹർജി പരിഗണിക്കുക എന്നതടക്കം നോക്കേണ്ടതുണ്ട്. അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമായിരിക്കും അത്തരം നടപടികൾ കോടതി സ്വീകരിക്കുക. ഏതായാലും അത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ്.